morning. Um, the last class we were discussing on the topic euro issues. നമ്മൾ അതിന്റെ പല മെയിനായിട്ട് 3 ടൈപ്പ് യൂറോ ഇഷ്യൂസ് നമ്മൾ പറഞ്ഞിരുന്നു. ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ്, അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ്, ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട്സ് എക്സെട്ര. അപ്പൊ അങ്ങനെ മെയിനായിട്ട് 3 ടൈപ്പാണ്. അതിൽ വേറെ പല തരത്തിലുള്ള യൂറോ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, what we have to learn is global GDR, ADR and foreign currency convertible bonds. And today let's study about global deposit receipts. What does it mean? Then its features, advantages and disadvantages. These are the things which I would like to share with you today. And first, let's see what does it mean. Actually, any depository receipt is a negotiable instrument through which a domestic company can raise finance from the international equity market. Depository receipts or just like another financial instrument. It can be traded, which are often used to trade in international financial markets. International financial markets means the market outside the country where outside the domestic territory of a country where the issuer of the securities are operating or having base. അപ്പൊ അങ്ങനെ ഒരു ഇന്റർനാഷണൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ആണ് ഈ ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ്. എന്താണ് ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഒരു ഇന്റർനാഷണൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ്. ഓക്കെ, എ ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് is a deposit receipt sold outside of the United States and outside of the home country of the issuing company. In other words, GDR is a negotiable instrument issued by the International Depository Bank representing foreign companies' stocks and trading globally. And it represents the ownership of a given number of foreign company shares that can be listed and traded independently from the underlying shares. Okay, അപ്പൊ ഞാൻ ഇതിന്റെ മീനിങ് കൃത്യമായിട്ട് പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം അത് മനസ്സിലാക്കാനായിട്ട്. ആദ്യം നമ്മുടെ ഇന്ത്യൻ കമ്പനിയുടെ ഒരു കേസ് എടുക്കും. Okay, let's take the case of any one of the company. For example, we are taking the case of the pharmaceutical giant Reddy's Lab. അപ്പൊ ഇന്ത്യൻ ബേസ്ഡ് ഫാർമസ്യൂട്ടിക് കമ്പനി ആയിട്ടുള്ള റെഡ്ഡീസ് അവരുടെ ഷെയർസ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിറ്റഴിക്കണം. അപ്പൊ അതിലൂടെ അങ്ങനെ ഷെയർസ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിറ്റഴിച്ച് ഫണ്ട് മൊബിലൈസ് ചെയ്യുക, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഫണ്ട്സ് മേ ബി ഫണ്ട്സ് ഇൻ ഫോറിൻ കറൻസീസ്, ഫോറിൻ കറൻസിയിൽ ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർ ഈ പറയുന്ന ട്രേഡിങ് അവർക്ക് നടത്തണം. പക്ഷെ there are a lot of restrictions from the part of foreign countries to trade such shares in directly in their stock markets. അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ ഇവിടെ നിന്നുള്ള റെഡ്ഡീസ് ലാബിന്റെ ഷെയർസ് ഇപ്പം ബ്രിട്ടനിലോ അല്ലെങ്കിൽ ഫ്രാൻസിലോ അല്ലെങ്കിൽ ജപ്പാനിലോ റഷ്യയിലോ ഏത് രാജ്യവുമായിക്കോട്ടെ അവരുടെയൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ വിൽക്കുന്നതിന് അവരുടേതായ രാജ്യത്തെ കുറെ നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് മറ്റ് കമ്പനികളുടെ ഫോറിൻ കമ്പനികളുടെ ഷെയർസ് കൊണ്ടുവന്ന് ഡയറക്റ്റ് ആയിട്ട് ഷെയർസ് ട്രേഡ് ചെയ്യുന്നതിന് ഇവിടെ സെബി നിഷ്കർഷിക്കുന്ന കുറെ റെഗുലേഷൻസ് അതെല്ലാം അവർ ഫോളോ ചെയ്യും. പക്ഷെ അത് പലപ്പോഴും ഇങ്ങനെ ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളുടെ കമ്പനികൾക്ക് ഇത് അക്സെപ്റ്റബിൾ ആയിരിക്കും. അതേപോലെ നമ്മുടെ ഇന്ത്യൻ കമ്പനികൾക്ക് ഫോറിൻ സ്റ്റോക്ക് മാർക്കറ്റ്സുകളുടെ റെഗുലേഷൻസ് നമുക്ക് ചിലപ്പം അത്ര സ്വീകാര്യമായിരിക്കില്ല. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ കമ്പനി അവരുടെ A to Z കാര്യങ്ങൾ ഈ ഫോറിൻ അതോറിറ്റീസിന് റിവീൽ ചെയ്യും. അത് അവരുടെ മാർക്കറ്റിംഗ്, അവരുടെ ആ ബിസിനസ് സ്ട്രാറ്റജിയൊക്കെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും കമ്പനികളൊന്നും അതിന് തയ്യാറാവില്ല. അതേപോലെ they have to obey the rules and regulations of that country
set by that country or in the country in which they are trading their security. അപ്പൊ അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് what they do is they deposit, they find a bank. For example, നമ്മൾ റെഡ്ഡീസ് ലാബിന്റെ അവർക്ക് അവരുടെ കമ്പനിയുടെ ഷെയർ ജപ്പാനിൽ അവർക്ക് ട്രേഡ് ചെയ്യും. ജപ്പാന്റെ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ അവർക്ക് ട്രേഡ് ചെയ്യും. അപ്പൊ അവിടുത്തെ നിയന്ത്രണങ്ങൾ ഇവർക്ക് അത്ര സ്വീകാര്യമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവര് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവര് ഒരു ജപ്പാനിലുള്ള ഒരു ബാങ്ക് ലീഡിങ് അല്ലെങ്കിൽ ഒരു വലിയൊരു ബാങ്കിനെ അവർ സമീപിക്കും. They want to sell the securities in Japan denominated in US dollar. Okay, US ഡോളറിൽ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഷെയർസ് അവർക്ക് ട്രേഡ് ചെയ്യും. വേണ്ട, നമുക്ക് ജപ്പാൻ വിട്ടിട്ട് നമുക്ക് ബ്രിട്ടൻ കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ അവിടെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യണം. അപ്പൊ അവർക്ക് US ഡോളറിൽ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ലണ്ടൻ മാർക്കറ്റിൽ അവർക്ക് ലിസ്റ്റ് ചെയ്യണം. നിങ്ങൾ അവർക്ക് അവർക്ക് വേണമെങ്കിൽ നേരിട്ട് US ലിസ്റ്റ് ചെയ്താൽ പോരെ, US ഡോളർ കളക്ട് ചെയ്യുന്നതിന്. അതിന് വേറെ ഇൻസ്ട്രുമെന്റ് ഉണ്ടാവും. അതിനാണ് നമ്മൾ അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ്. ഇവിടെ നമ്മൾ ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ആർ ട്രേഡഡ് ഔട്ട്സൈഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഒന്നാമത്തെ പോയിന്റ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അത് ട്രേഡ് ചെയ്യാൻ പാടില്ല, ഔട്ട്സൈഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ആൻഡ് ഓൾസോ ഇറ്റ് കനോട്ട് ബി ട്രേഡഡ് ഇൻ ദ കൺട്രി ഫ്രം വെയർ ഇറ്റ് ഈസ് ഇഷ്യൂയിങ്. നമ്മുടെ റെഡ്ഡീസ് ലാബ് ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ്. അപ്പൊ ഇന്ത്യയിലും ഈ പറയുന്ന ഇത് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇവിടുത്തെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഏത് കമ്പനി, ഏത് രാജ്യമാണോ ആ രാജ്യത്തെ കമ്പനിയാണ്. ആ രാജ്യത്തും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും അത് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. മറിച്ച് മറ്റേത് രാജ്യത്തും ഇത് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇവര് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് പോവാണ്, ഡിനോമിനേറ്റഡ് ഇൻ US കറൻസീസ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവർക്ക് നേരിട്ട് അവർക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നിയമങ്ങൾ ഇവർക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ദി അപ്രോച്ചസ് എ ലീഡിംഗ് ബാങ്ക് ഇൻ യുണൈറ്റഡ് കിങ്ഡം. ബ്രിട്ടനിലുള്ള ഒരു വലിയൊരു ബാങ്കിനെ അവർ സമീപിക്കും. ദേ വാണ്ട് ടു ട്രേഡ് ദെയർ സെക്യൂരിറ്റീസ് ഇൻ യുണൈറ്റഡ് കിങ്ഡം. അപ്പം ബാങ്ക് പറയും, ബാങ്ക് എന്താ ചെയ്യാം, സപ്പോസ് റെഡ്ഡീസ് ലാബ് അവര് ഒരു 50,000 ഷെയർസ് ആണ് അവർ വിറ്റഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, 50,000 ഷെയർസ്. അപ്പം അത്രയും ഷെയർസ് ഒരു പർട്ടിക്കുലർ പ്രൈസ് അവർ എഗ്രി ചെയ്യുന്ന പ്രൈസിൽ ആ ബ്രിട്ടനിലുള്ള ആ ബാങ്ക് അത്രയും ഷെയർസ് വാങ്ങും. ഓക്കെ, ആ ഷെയർസ് വാങ്ങിയ ശേഷം അവരൊരു റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യും. അപ്പൊ 50,000 ഷെയർസ് റെഡ്ഡീസ് ലാബ് ബ്രിട്ടനിലുള്ള ഒരു ബാങ്കിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്, ബാങ്കിന് വിൽക്കുകയാണ്. അപ്പൊ ബാങ്ക് അത് വിറ്റ് ആ ക്യാഷ് ഇവർക്ക് ഈ റെഡ്ഡീസ് ലാബിന് കൊടുക്കും. അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ അത് ട്രേഡ് ചെയ്യുമ്പോൾ അതിനുശേഷം അവർ ഫണ്ട് ഹാൻഡ് ഓവർ ചെയ്യും. പിന്നീട് ഈ പറയുന്ന ബാങ്ക് അങ്ങനെ ഇവർ വാങ്ങിക്കഴിയുമ്പോൾ ഇവരൊരു റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യും. റെസിപ്റ്റ്, ആ റെസിപ്റ്റ് ആണ് പിന്നീട് ഈ പറയുന്ന ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി ഒരു ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മറ്റു ബാങ്കുകളിൽ നിങ്ങൾക്ക് ലോൺ എടുക്കുന്നതേ പ്രോസസ് തന്നെ. ഇവര് ഈ സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ സർട്ടിഫിക്കറ്റ് ഇപ്പൊ നമ്മുടെ ഈ കേസിൽ ഡിനോമിനേറ്റഡ് ഇൻ US ഡോളറാണ്. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് ഇത്ര നമ്പർ ഷെയർസ് ലണ്ടൻ ബാങ്കിൽ ട്രേഡ് ചെയ്യാൻ അങ്ങനെയുള്ള ഒരു പെർമിഷൻ ഗ്രാന്റ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അല്ലെങ്കിൽ ഇത്ര ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, ഇത് ട്രേഡ് ചെയ്യാൻ. അപ്പൊ ആ റെസിപ്റ്റ് ആണ് ട്രേഡ് ചെയ്യുന്നത്. They are not trading Reddy's Lab is not trading their securities directly in London Stock Exchange. They are selling, they are trading the receipt drawn on these so-called 50,000 shares. 50,000 ഷെയർസിന്റെ മൂല്യമുള്ള റെസിപ്റ്റ് ഈ പറയുന്ന ലണ്ടൻ ബേസ്ഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ആ റെസിപ്റ്റ്, അതാണ് ഇവർ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി ട്രേഡ് ചെയ്യുന്നത്.
എന്തിനു വേണ്ടിയാണ് ചോദിച്ചാൽ ഈ പറയുന്ന റെഗുലേഷൻസ് ഓവർകം ചെയ്യും. ഈ ഷെയർസ് ആർക്ക് വേണമെങ്കിലും വാങ്ങാം. ഇറ്റ് ഈസ് ഡിനോമിനേറ്റഡ് ഇൻ US കറൻസി. അപ്പം പക്ഷേ ഈ ഷെയർസ് പിന്നെ ഈ പറയുന്ന വാങ്ങിയ ഷെയർസ് ഈ ലണ്ടനിൽ കൊണ്ടുപോയി ലണ്ടൻ ബാങ്ക് ആ ബാങ്കിന്റെ കൈവശം വയ്ക്കുകയല്ല. That number of shares are held by a bank, a specific bank selected by the receipt issuing custodian bank, അല്ലെങ്കിൽ selected by so-called depository bank. എവിടെയാണോ അത്രയും ഷെയർസ് ഇവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ ബാങ്ക് തീരുമാനിക്കുന്ന നമ്മുടെ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ബാങ്ക്, ഇപ്പം ബ്രിട്ടനിലുള്ള ഒരു ബാങ്ക് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അസൈൻ ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ ഇത്രയും ഷെയർസ് ഞങ്ങളുടെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷിലാണ്. അപ്പൊ അത്രയും ഷെയർ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അത് ചെയ്യുക, കസ്റ്റഡിയിൽ വയ്ക്കുക. അപ്പൊ നമ്മുടെ ഇന്ത്യയിലായിരിക്കും ആ ഷെയർസ് കസ്റ്റഡി വയ്ക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. പക്ഷെ അതിന്റെ ബേസിസിൽ അവര് ലണ്ടനിലുള്ള ബാങ്ക് അത് റെസിപ്റ്റ് ചെയ്യും. സോ ദിസ് ഈസ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഒന്നുകൂടെ പറയാം, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ഇറ്റ്സ് എ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു റെസിപ്റ്റ്. ഓക്കെ, നോർമലി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഡെപ്പോസിറ്റിംഗ് കറൻസി വാട്ട് ദേ ആർ ഡെപ്പോസിറ്റിംഗ് ഈസ് ക്യാഷ്, അല്ല ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ആണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഇക്വിറ്റി ഷെയർസ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിന് പകരമായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു റെസിപ്റ്റ്. ഓക്കെ, ഇറ്റ്സ് എ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് which are sold outside United States. US-ൽ ഇത് വിറ്റഴിക്കാൻ പറ്റില്ല. And also they cannot be sold, they are sold outside the home country of the issuing country. നമ്മുടെ റെഡ്ഡീസിന്റെ കേസിൽ ഇന്ത്യയിൽ അത് വിറ്റഴിക്കാൻ പറ്റും. ഇന്ത്യയാണ് അവരുടെ ഹോം കൺട്രി, അവിടെ വിറ്റഴിക്കാം. അതിന് പുറത്തുനിന്നായിരിക്കണം ഇത് വിറ്റഴിക്കേണ്ടത്. ഓക്കെ, and it is a negotiable instrument issued by international depository bank. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ഡെപ്പോസിറ്ററി ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. റെപ്രസെന്റിംഗ് what does it represent? It represents a certain number, a specific number of foreign shares of foreign companies. Foreign companiesന്റെ ഒരു നിശ്ചിത ഷെയർസ് ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, and GDS represents the ownership of a given number of foreign company shares that can be listed and traded independently from the underlying shares. Okay, അപ്പൊ അത്രയും ഒരു നിശ്ചിത നമ്പർ ഫോറിൻ ഷെയർസ് ആണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. And GDS were firstly introduced in 1990 in European countries. അപ്പൊ ഇത് ആദ്യമായിട്ട് ഇത് ട്രേഡ് ചെയ്തത് യൂറോപ്യൻ കൺട്രീസിലാണ്. അത് അതിനുള്ള കുറെ കാരണങ്ങൾ, യൂറോ ഇഷ്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. മെയിനായിട്ടും റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായ കുറെ പ്രശ്നം, അങ്ങനെയുള്ള ഇതൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, and most of the GDRs are regardless of the geographical market denominated in US currencies and also some other leading internationally traded currencies like euro, UK pound, പൗണ്ട് സ്റ്റെർലിംഗ്, ഇതിലൊക്കെയാണ് സാധാരണയായിട്ട് അത് ഡിനോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. And it facilitates any foreign company to trade their stocks in any country's stock market. എവിടെ വേണമെങ്കിലും ഇത് ട്രേഡ് ചെയ്യാം, ഔട്ട്സൈഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, US മാർക്കറ്റ്. എവിടെ വേണമെങ്കിലും ഇത് ഇന്റർനാഷണലി എവിടെ വേണമെങ്കിലും ട്രേഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇതിലൂടെ അവർക്ക് കിട്ടുന്നത്. And it is getting much popularity among companies like from emerging countries like India, China, Russia, etc. അപ്പൊ ഇങ്ങനെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നാണ് കൂടുതലായിട്ടും ഇത് ഇങ്ങനെയുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. കാരണം അവര് ഈ പറയുന്ന നിയന്ത്രണങ്ങൾ അവർക്ക് ചെയ്യുകയും ചെയ്യണം, അവർക്ക് ഫോറിൻ ക്യാപിറ്റൽ കളക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിനായിട്ട് ഇവർ ഇഷ്യൂ ചെയ്യുന്നതാണ് ഈ ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ്. ഇത്രയേ ഉള്ളൂ. ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡെപ്പോസിറ്റ്, ഷെയർസ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡെപ്പോസിറ്റ് ഒരു റെസിപ്റ്റ് ആണ്. ഷെയർസ് ആർ ഡെപ്പോസിറ്റഡ് വിത്ത് ഇന്റർനാഷണൽ ബാങ്ക്. അങ്ങനെ ഇപ്പം ബ്രിട്ടനിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുമെങ്കിൽ ബ്രിട്ടനിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ബാങ്കിൽ ഡെപ്പോസിറ്റ്. അവർ നമ്മളെ ഇന്ത്യയിലുള്ള ഒരു ബാങ്കിനെ അത് ആ ഷെയർസ് കൈവശം വയ്ക്കുവാനായിട്ട് ഏൽപ്പിക്കും. അതിന്റെ ബേസ് അവരൊരു റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യും. ആ റെസിപ്റ്റ് ആണ് പിന്നീട് ഈ പറയുന്ന ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അതേപോലെയുള്ള മറ്റ് ഫോറിൻ സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോമിനേറ്റഡ് ഇൻ
either in US currency or in internationally accepted currencies. Okay. Then ഇതാണ് നമ്മൾ അതിന്റെ പ്രോസസ്സ് പറഞ്ഞാണ്. And it is issued and administered by a depository bank. Depository bank is a bank which accepts deposits and issues the deposit receipts. And it is located in the countries in which GDRs are traded. Okay. എവിടെയാണോ GDR ട്രേഡ് ചെയ്യുന്ന ആ രാജ്യത്തുള്ള ഒരു ബാങ്ക് ആയിരിക്കും ഈ ഡെപ്പോസിറ്ററി ബാങ്ക് എന്ന് പറയുന്നത്. And this domestic company enters into agreement with the overseas depository bank for purpose of issue GDR. Okay. And the depository bank buys the company shares and deposit the shares in the domestic custodian bank, which is situated in the country of the issuer. അവർ ഈ പറയുന്ന ഷെയർസ് വാങ്ങിയിട്ട് അവരിത് നമ്മുടെ ഇപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനിയാണ് ഇഷ്യൂ എങ്കിൽ അവർ ഡെപ്പോസിറ്റ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ബാങ്കിനെ അത് കീപ്പ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. Okay. The shares held by custodian bank are then issued in the form of GDR representing the ownership of the shares. And the custodian bank collect and remit all the dividend forwards notice received from the issuer to the depository bank, then send them to the GDR holders. അപ്പം ഈ സാധാരണ നമുക്ക് ഈ ഷെയർസ് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡും മറ്റങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ അറിയിക്കേണ്ട നോട്ടീസുകളെല്ലാം കമ്പനി ഈ കസ്റ്റോഡിയൻ ബാങ്കിനെയാണ് ഏൽപ്പിക്കുക. കസ്റ്റോഡിയൻ ബാങ്ക് ഈ ഡെപ്പോസിറ്ററി ബാങ്കിനെ ഏൽപ്പിക്കും. ഈ ഡെപ്പോസിറ്ററി ബാങ്കാണ് ഈ ആക്ച്വലി ഇത് ആരാണ് വാങ്ങി ഈ റെസിപ്റ്റ്സ് വാങ്ങി അവരാണ് they are the owners of that number of equity shares. അപ്പൊ ആ ഷെയർ ഹോൾഡർ അവരാണ് ആ റെസിപ്റ്റ് കൈവശം ഇരിക്കുന്നവരാണ് ഇക്വിറ്റി ഷെയർസിന്റെ ഓണേഴ്സ് എന്ന് പറഞ്ഞത്. അവരെയാണ് ഇത് പിന്നീട് ഏൽപ്പിക്കുക. അപ്പൊ അവർക്ക് they are having the right just like a normal equity shareholder is having, and they are having voting right, they have the right to get dividend. അങ്ങനെയുള്ള കുറെ എല്ലാ ബെനിഫിറ്റ്സും as an equity, what an equity shareholder gets from the issuing company, all that benefits are enjoyed by the global depository receipts holders also, because it's equivalent to certain number of equity shares. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രേഡിംഗ് മെക്കാനിസം ആണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റോഡിയൻ ഇറ്റ് ഈസ് ഡെപ്പോസിറ്ററി ബാങ്ക് ദാറ്റ് പെർഫോംസ് ഓൾ ദീസ് ഫങ്ഷൻസ്. എന്ന് വെച്ചാൽ വോട്ട് ചെയ്യുന്നതും ബോണസ് ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡെപ്പോസിറ്ററി ബാങ്ക് മുഖേന ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം കസ്റ്റോഡിയൻ ബാങ്ക് ഡെപ്പോസിറ്ററി ബാങ്കിനെ ഇൻഫോം ചെയ്യും, ഡെപ്പോസിറ്ററി ബാങ്കാണ് ഈ പറയുന്ന എല്ലാ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് ഇതിനകത്ത്. And this global depository receipts can also be traded just like normal some other depository receipts. Okay. Or just like other shares. മറ്റ് ഷെയർസ് പോലെ തന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ. Then some of the features of global depository receipts. ഒന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് global depository receipts are issued to investors in more than one country and may be denominated in any acceptable freely convertible currencies. അപ്പം GDRs എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് മാത്രമല്ലേ, എത്ര രാജ്യത്ത് വേണേലും അവർക്ക് ഇഷ്യൂ ചെയ്യാം, അതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അതേപോലെ തന്നെ ഡിനോമിനേറ്റ് ചെയ്യുന്ന ഒരു കറൻസിയിൽ പല കറൻസിയിൽ ഇത് ഡിനോമിനേറ്റ് ചെയ്യും. ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫ്രീലി കൺവേർട്ടബിൾ ആയിട്ടുള്ള ഏത് കറൻസിയിൽ ഇത് ലിസ്റ്റ് ചെയ്യാം, ഡിനോമിനേറ്റ്. Then GDRs issued to the investors by the depository bank. Depository bank ആണ് ഇത് പിന്നീട് ഇഷ്യൂ ചെയ്യുന്നത്, അത് കമ്പനി നേരിട്ടല്ല ഇഷ്യൂ ചെയ്യുന്നത്. ഡെപ്പോസിറ്ററി ബാങ്കിലാണ് അവരാണ് ഈ പറയുന്ന GDRs ഇഷ്യൂ ചെയ്യുന്നത്. And GDRs are quoted and traded in foreign currency and underlying shares are denominated in domestic currency. ഇതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. GDR ഫോറിൻ കറൻസിയിലായിരിക്കും ഡിനോമിനേറ്റ്. നമ്മൾ ഇവിടുന്ന് റെഡ്ഡീസ് അവരുടെ ഷെയർസ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി ലണ്ടനിലുള്ള ഒരു ബാങ്കിനെ അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഇഷ്യൂ ചെയ്യുന്ന GDR ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത് അത് ഫോറിൻ കറൻസിയിലായിരിക്കും ഡിനോമിനേറ്റ്. പക്ഷേ ഈ റെഡ്ഡീസ് ലാബ് ലണ്ടൻ ഈ പറയുന്ന ബാങ്കിനെ വിൽക്കുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഷെയർസ് ഡിനോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കറൻസിയിലായിരിക്കും.
Okay, അതാണ് പറഞ്ഞത്. It is quoted and traded in foreign currency and underlying shares are denominated in domestic currency. Then GDR holder have an option to cancel and arranging sale of underlying shares. Just like a normal equity holder, they are having the right option to trade the securities. Then GDR holders are also entitled to all the corporate benefits available to the shareholders such as dividend, bonus, voting right, etc. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിലെ എല്ലാ ബെനിഫിറ്റും GDR ഹോൾഡേഴ്സിനും ഉണ്ട്. ഓക്കെ. Then the foreign currency funds acquired by company through issue of GDR are permitted to use for any regular business activity and not be used for trading international securities or real estate. That means the funds collected through the issue of GDRs can be used only for the normal business activities. Cannot be ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ആക്ടിവിറ്റിക്കോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ബിസിനസ് ട്രേഡിംഗ് നടത്തുന്നൊന്നും ഈ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അത് ബിസിനസ് എക്സ്പാൻഷനോ അല്ലെങ്കിൽ അവരുടെ അങ്ങനെയുള്ള പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. So these are some of the features of global deposit receipts. Then it's also having some advantages and disadvantages. Now the advantage എന്ന് പറയുമ്പോൾ the global deposit receipts provides access to foreign capital market. അപ്പം ഒരു ഈസി ആക്സസ് ആണ്. അപ്പം ഒരു ഡൊമസ്റ്റിക് കമ്പനിയെ സംബന്ധിച്ച് ഫോറിൻ മാർക്കറ്റിൽ നിന്ന് ഫോറിൻ ഫണ്ട് കളക്ട് ചെയ്യുന്നത്, ഫോറിൻ മാർക്കറ്റ് ആക്സസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ GDR എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ the company can get itself registered on an overseas stock exchange or over the counter, and its shares can be traded in more than one currency. മറ്റ് രാജ്യങ്ങളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിനും ട്രേഡ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഒന്നിൽ കൂടുതൽ കറൻസികളിൽ അത് ട്രേഡ് ചെയ്യുന്നതിനൊക്കെ GDR മുഖേന അവർക്ക് പോസിബിൾ ആണ്. Then GDRs expands the global presence of the company because they are traded in the international market. അത് ഒരു ഈ ഗ്ലോബൽ പ്രസൻസ് അത് കൂട്ടും, അവരുടെ ഒരു അക്സെപ്റ്റബിലിറ്റി വർദ്ധിപ്പിക്കും, പ്രസൻസ് അത് ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാണ്. Then GDRs are liquid in nature as they are based on demand and supply, which can be regulated. Just like other equity shares, they are also liquid because they are drawn on certain number of equity shares. Just like that, they are also liquid. And then with GDRs, non-residents can invest shares of foreign companies. ഈ മെയിനായിട്ടും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അല്ല, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് ഇത് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. Then GDRs can be freely traded. This is another important advantage of global deposit receipt. They can be traded without any regulation of domestic country or without any regulation of the country in which they are traded. രണ്ട് രാജ്യത്തെ നിയമങ്ങൾക്ക് ഇത് ബാധകമല്ല. നമ്മൾ രാജ്യത്തിന് പുറത്ത് വിൽക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ ബാധകമാകേണ്ട ആവശ്യമില്ല, റെഗുലേഷൻസ് ഇല്ല. അതേപോലെ ഇത് ഡയറക്റ്റ് ഷെയർ അല്ല ഇത് വിൽക്കുന്നത്, അവിടുത്തെ ഒരു ബാങ്ക് കുറെ റെസീപ്റ്റ്സ് ഈ പറയുന്ന അണ്ടർലൈങ് അസറ്റ് ബേസ്ഡ് റെസീപ്റ്റ് ട്രേഡ് ചെയ്യും. അപ്പം അവിടുത്തെ നിയമങ്ങൾ നമുക്ക് ബാധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം വരുന്നില്ല. പലപ്പോഴും വളരെ ചുരുങ്ങിയ നിയമങ്ങൾ മാത്രമേ ഈ പറയുന്ന GDRs ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. Then foreign institutional investors can buy the shares of those companies issuing GDRs in their country even if they are not restricted to buy the shares of foreign company. അപ്പം പല രാജ്യങ്ങളിലും ഫോറിൻ രാജ്യത്തെ കമ്പനികളുടെ ഷെയറുകൾ വിൽക്കുന്നതിന് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്, അവിടുത്തെ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങുന്നതിന് നിയന്ത്രണമുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള GDRs ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ അവർക്ക് ഈ ഒരു പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. ഫോറിൻ കമ്പനീസിന്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അവിടെ ഈ പറയുന്ന GDRൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. And it increases the shareholders base of company. Okay, എന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് കൂടുതൽ കമ്പനി ഓണർഷിപ്പ് കിട്ടുന്നതിന് ഇത് കാരണമാകുന്നുണ്ട്. Then it provide tax benefit to the investors.
It also gives a tax benefit to investors. It's like we are trading in stock exchange, we are dealing with the equity shares. All the benefits are, all such tax benefits are also enjoyed by the GDR holders. Okay. Then at the same time, it is also having certain disadvantages. One of the important disadvantages of global deposit receipt is uh, violating any regulation can lead to serious consequences against the company. But they have, even though they are not free from certain kind of restrictions, but there are certain norms set for trading GDRs in international market. They violate such norms, their shares will be no more. They can be issued. They can no more issue GDRs. Okay, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. Then dividends are paid in domestic countries' currency. The subject to volatility of forex market. നമ്മുടെ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് റെഡ്ഡി സ്ലാബ് അവരുടെ ഡിവിഡൻഡ് ഈ പറയുന്ന ജിഡിയ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ അത് ഇന്ത്യൻ കറൻസിയിലായിരിക്കും കൊടുക്കുക. ഇന്ത്യൻ കറൻസിയിൽ കൊടുക്കുമ്പോഴത്തേക്ക് അത് ഈ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ അതിന്റെ വാല്യൂവിനെ കാര്യമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് വരുന്നുണ്ട്. അപ്പം ഏത് രാജ്യമാണോ ഈ ഇഷ്യൂ ചെയ്യുന്നത്, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, ആ രാജ്യത്തെ കറൻസിയിലായിരിക്കും ഇത് ഡിവിഡൻഡ് കൊടുക്കുക. അപ്പൊ അത് എക്സ്ചേഞ്ച് ചെയ്ത് മറ്റ് അവരുടെ സ്വന്തം കറൻസിയിലേക്ക് മാറ്റുക, എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് അത് അഫക്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി ബെനിഫിറ്റഡ് ടു ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് investors due to their capacity to invest high amount of GDR. സാധാരണയായിട്ട് ഒരു ബൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിൻ്റെ അകത്തൊക്കെ വേണ്ടത്. സാധാരണ ഇൻവെസ്റ്റേഴ്സിന് ഇത് പലപ്പോഴും ഇതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദി എക്സ്പെൻസീവ് സോഴ്സ് ഓഫ് ഫിനാൻസ്. കുറച്ച് എക്സ്പെൻസീവ്, കാരണം ഈ പറയുന്ന ഡെപ്പോസിറ്ററി ബാങ്കിന് അവരുടേതായ കുറെ കമ്മീഷൻ, ഈ പറയുന്ന നെഗോസിയേഷൻസ് അനുസരിച്ചായിരിക്കും ഇതിന്റെ എക്സ്പെൻസ് വരെ. കുറച്ച് എക്സ്പെൻസീവ് മെത്തേഡാണ് ഇത് foreign fund collect ചെയ്യുന്നത്. Okay, and they are primarily sold to institutional investors because they are the large investors. They are having bulk of fund. So it's mainly purchased by institutional investors. That is also another important drawback. Normal ordinary person cannot invest in GDRs, cannot get the benefit of GDRs. But this is another drawback of global depository receipt. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു റെസിപ്റ്റ് ഇഷ്യൂഡ് ബൈ ഫോറിൻ ബാങ്ക്, കസ്റ്റോഡിയൻ ഡെപ്പോസിറ്ററി ബാങ്ക് on a purchase of or deposit of a certain number of shares from some other country. It is cannot be traded in the United States, and it cannot be traded in the country from where the shares are coming. എവിടെ നിന്നാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ആ രാജ്യത്തും യുഎസിൽ ഇത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല, മറ്റേത് രാജ്യത്തും ട്രേഡ് ചെയ്യാം. അതേപോലെ ഇറ്റ് ക്യാൻ ബി ഡിനോമിനേറ്റഡ് ഇൻ എനി ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് കറൻസീസ്, എസ്പെഷ്യലി യുഎസ് ഡോളർ. ഓക്കെ, so such GDRs are issued by the companies mainly to overcome the regulations of foreign countries and to get additional foreign capital in foreign currency. ഫോറിൻ കറൻസിയിൽ ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യുന്നതിനും പറയുന്ന നിയന്ത്രണങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് ഈ GDRs ഇഷ്യൂ. ഓക്കെ, ആൻഡ് tomorrow American depositories. It's also similar to GDR. Okay, thank you.